കണ്ണൂരിലെ സഹകരണ ബാങ്കുകളിൽ ഇ.ഡി. റെയ്ഡ് എന്ന വ്യാജ വാർത്ത ദൃശ്യമാധ്യമങ്ങളാണ് വ്യാജ വാർത്ത പ്രചരിപ്പിച്ചത്. CPIM ഭരിക്കുന്ന ബാങ്കിൽ റെയ്ഡ് എന്നായിരുന്നു മാതൃഭൂമി ന്യൂസ് വാർത്ത നൽകിയത്. പിന്നീട് വ്യാജ വാർത്തയിൽ മാതൃഭൂമി ന്യൂസ് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. സന്തോഷ്, വ്യാജ വാർത്ത ഇപ്പോൾ ഒരു പുതിയ കാര്യമല്ല. സ്ഥിരമായി ഓരോരോ കള്ളവാർത്തകൾ നൽകുകയും പിന്നീട് സോഷ്യൽ മീഡിയയിലടക്കം അത് പൊളിഞ്ഞു വീഴുകയും ചെയ്യുന്നത് നമ്മൾ പലത് കണ്ടതാണ്. ഇന്ന് മാതൃഭൂമി ന്യൂസ് നൽകിയ കള്ളവാർത്ത എന്താണ്? മനു, യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ലാത്ത ഒരു വാർത്തയാണെന്ന് വളരെ ആധികാരികമായി ദൃശ്യമാധ്യമങ്ങൾ നൽകിയത്. മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചാനലുകളാണ് ഈ വാർത്ത നൽകിയത്. അതിൽ തന്നെ മാതൃഭൂമി ന്യൂസ് CPIM ഭരിക്കുന്ന ബാങ്കിന്റെ ശാഖയിലാണ് റെയ്ഡ് നടന്നത് എന്നുള്ളത് ബ്രേക്കിംഗ് ന്യൂസും ലൈവായി നൽകുകയും ചെയ്തു. അത്തരത്തിൽ കണ്ണൂർ ജില്ലയിൽ ഒരു ബാങ്കിലും റെയ്ഡ് ED നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു ബാങ്കിലും റെയ്ഡ് നടന്നിട്ടില്ല എന്നിരിക്കെയാണ് CPIM ഭരിക്കുന്ന ബാങ്കിൽ റെയ്ഡ് നടന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചത്. പ്രത്യേകിച്ചും സഹകരണ മേഖലയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു വസ്തുതയും പരിശോധിക്കാതെ പ്രധാന ചാനലുകൾ ഇത്തരത്തിലുള്ള വാർത്തകൾ നൽകിയത്. അതിൽ തന്നെ CPM ഭരിക്കുന്ന ചാനൽ എന്ന ബാങ്ക്, CPM ഭരിക്കുന്ന ബാങ്ക് എടുത്തു പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമി ന്യൂസ് വാർത്ത കൊടുത്തത്. എന്നാൽ പിന്നീട് മാതൃഭൂമി ന്യൂസ് ഉൾപ്പെടെയുള്ള ചാനലുകൾക്ക് ഇത് മനസ്സിലാവുകയും വലിയ പ്രതിഷേധം സഹകരണ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ ഉണ്ടാകുകയും ചെയ്തതിന് പിന്നാലെ മാതൃഭൂമി ന്യൂസ് വാർത്തയിൽ തന്നെ ഖേദം പ്രകടിപ്പിച്ച് മാപ്പ് പറഞ്ഞ് ആ വാർത്ത പിൻവലിക്കുകയായിരുന്നു. വലിയ രീതിയിൽ ഇപ്പോൾ സഹകരണ ബാങ്കുകൾ ശക്തിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ നടത്തിയ പ്രചരണങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് നിക്ഷേപ സമാഹരണവും മറ്റും നടത്തി വലിയ രീതിയിൽ ശക്തിപ്പെടുന്ന സാഹചര്യത്തിലാണ് യാതൊരു അടിസ്ഥാനവുമില്ലാതെ വസ്തുത ഇല്ലാത്ത ഒരു വാർത്ത വലിയ ബ്രേക്കിംഗ് വാർത്തയായി പ്രചരിപ്പിക്കുകയും പിന്നീട് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടി വന്നത്. മനു, ഇവിടെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു വാർത്ത കേൾക്കുമ്പോൾ അതിലൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാതെ എന്താണ് വസ്തുത എന്നറിയാതെയാണ് ഈ മാധ്യമങ്ങൾ വാർത്ത നൽകുന്നതെന്നല്ലേ ഇപ്പോൾ ഇന്ന് ഈ വ്യാജ വാർത്തയും അതിന് തുടർച്ചയായിട്ടുള്ള ഖേദപ്രകടനത്തിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത്? സന്തോഷ്, തീർച്ചയായും ഈ റെയ്ഡ് നടന്നു എന്ന് വാർത്ത നൽകിയ ഈ ബാങ്ക് കണ്ണൂർ നഗരത്തിൽ തന്നെയുള്ള ബാങ്കാണ്. അവിടെ ചെന്ന് അന്വേഷിച്ചാൽ അല്ലെങ്കിൽ അവിടെ നേരിട്ട് പോയി നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമായിരുന്നു. ആ ഒരു പ്രാഥമികമായ മാധ്യമ പ്രവർത്തനത്തിലെ കടമ പോലും നിർവഹിക്കാതെയാണ് ഇത്തരത്തിൽ ഒരു വലിയ പ്രസ്ഥാനത്തെ, സഹകരണ പ്രസ്ഥാനത്തെ മുഴുവൻ തകർക്കുന്ന തരത്തിലേക്കുള്ള ഈ ഒരു വ്യാജ വാർത്ത ബ്രേക്കിംഗ് ന്യൂസായും ലൈവ് വാർത്തയായും നൽകിയത്. മാത്രമല്ല, ബാങ്കുകാർ ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട പ്രതിസന്ധി ഈ വ്യാജ വാർത്ത ബ്രേക്കിംഗ് വാർത്തയായി പരന്നതോടുകൂടി ഇടപാടുകാർ, സഹകരണ ബാങ്കിലെ നിക്ഷേപകർ ഉൾപ്പെടെയുള്ള ആളുകൾ ആശങ്കപ്പെടുകയും ബാങ്കിലേക്ക് വിളിച്ച് ഈ കാര്യം അന്വേഷിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്നാണ് ഈ വസ്തുത ബാങ്കുകാർക്ക് അങ്ങോട്ട് പോയി മാധ്യമങ്ങളെ ബോധ്യപ്പെടുത്തി ഇത് വ്യാജ വാർത്തയാണെന്ന് തെളിയിക്കേണ്ടത് ഒരു സാഹചര്യം ഉണ്ടായത്. വലിയ രീതിയിൽ മാധ്യമങ്ങളുടെ വിശ്വാസ്യത ഉൾപ്പെടെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു മാധ്യമ വാർത്ത, വ്യാജ വാർത്തയാണെന്നുണ്ടായത്. മനു, ശരി. എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സഹകരണ ബാങ്കിൽ ED റെയ്ഡ് എന്ന രീതിയിൽ മാതൃഭൂമി ന്യൂസ് അടക്കമുള്ള ചാനലുകൾ വ്യാജ വാർത്ത നൽകുന്നു, പിന്നീട് ആ വാർത്ത തിരുത്തി ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അതാണിപ്പോൾ സംഭവിച്ചത്. മാധ്യമങ്ങളുടെ വിശ്വാസ്യത എന്തുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം കൂടിയായി മാതൃഭൂമി അടക്കമുള്ളവരുടെ ഇന്നത്തെ ഈ നടപടിയെ നമുക്ക് കാണാൻ കഴിയും. എം സന്തോഷാണ് വിവരങ്ങൾ കണ്ണൂരിൽ നിന്ന് നൽകിയത്.